കൂട്ടിനില്ലെങ്കില് ചെങ്ങാലിപ്പൈങ്കിളി കൂടുവിട്ടിങ്ങോട്ട് പോരാമോ. ഈ വയലാർ സാറിൻ്റെ നല്ല വരികൾ. അത് ലിയോൻ്റെയും ജാനറ്റിൻ്റെയും കല്യാണമാണ്. ഇന്ന് ഞങ്ങളുടെ വീടൊക്കെ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ അതേ താമസക്കാരാണ് അവർ. നാട്ടിൽ പന്തലൊക്കെ ഇടുന്നത് പോലെ 2 ദിവസം മുന്നേ നമ്മുടെ വീടെല്ലാം ഇതെല്ലാം ഒരു ഫങ്ഷൻ ഉണ്ട്. ഈ ഒരു പന്തൽ വയ്ക്കുന്നതിന് അവർ നല്ല രീതിയിൽ ഫങ്ഷനൊക്കെ വെച്ച് ഉള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഭംഗിയായിട്ട് എല്ലാതും ചെയ്തിട്ടുണ്ട്. കല്യാണത്തലേന്ന് നമ്മൾ ഹൽദി ഫങ്ഷൻ വയ്ക്കില്ലേ, അതുതന്നെയാണ്. പക്ഷെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതൊരു പുലർച്ചെയാണ്. കല്യാണ നാളിൽ പുലർച്ചെയാണ് ഒരു ഫങ്ഷൻ വയ്ക്കുന്നത്. അധികം കുറേ പേരൊന്നുമില്ല, കുറച്ച് പേര് നമ്മൾ വീട്ടിലും വേണ്ടപ്പെട്ടവരും അങ്ങനെ കുറച്ച് പേര് മാത്രം ചേർന്നിട്ട് ചന്ദനം, കുങ്കുമം, മഞ്ഞൾ, പിന്നെ തലയിൽ ശീക്ക, പിന്നെ എണ്ണ, പിന്നെ പൂവ് എല്ലാം വെച്ചിട്ട് ലാസ്റ്റ് നല്ല ഒരു ആരതി ഒഴിഞ്ഞിട്ട് അവൻ അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ്. ചടങ്ങിന് വന്ന എല്ലാവർക്കും അവരൊരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എന്ത് ഫംഗ്ഷന് പോയാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. വൈകുന്നേരം 4 മണിക്ക് ചർച്ചിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. റിസപ്ഷന് പോകുമ്പോൾ തന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്കും പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സൈഡിലായിട്ട് DJ ഉണ്ട്. നല്ല സൗണ്ടാണ്. നല്ല ഭംഗിയുള്ള നല്ല സ്പേസ് ഉള്ളൊരു ഓഡിറ്റോറിയം. പിന്നെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. നല്ല മഴയാണ് പുറത്ത്. ആ സമയത്താണെങ്കിൽ നല്ല സ്റ്റേജിലൊക്കെ നിറയെ തിരക്കാണ്. എല്ലാവരും വരുന്നു, അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യണ്ടേ. വരുമ്പോൾ തന്നെ അവൻ പഞ്ഞുമിഠായി കണ്ടിട്ട് അല്ലുകുട്ടി അതൊന്ന് വാങ്ങി വെച്ചിട്ടോ. പഞ്ഞുമിഠായി, ദേവക്കുട്ടി പഞ്ഞുമിഠായി, അല്ലുകുട്ടി നിറച്ച് പോപ്കോണൊക്കെ വെച്ചിട്ട് 2 പേരും അത് കഴിക്കുകയാണ്. അതുപോലെ സ്പെഷ്യലായി തോന്നുന്ന ഒന്ന് ഇതാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. നമ്മൾ വരുന്നവരെല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അവർ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ഇപ്പോൾ മാരേജിലുള്ള 2 പേരുടെയും ഫോട്ടോൻ്റെ കൂടെ നമുക്കത് എപ്പോഴും ഓർമ്മിക്കണ പോലെ ഒരു ഫോട്ടോ. ഞങ്ങൾ പോകുന്നതിന് മുന്നേ കുട്ടികളും എടുത്തു കേട്ടോ. പിന്നെ ഞാനും സനേട്ടനും കൂടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ മേലേക്ക് കഴിക്കാൻ പോയി. അവിടെ നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു സൈഡിൽ നമുക്ക് വെജിറ്റേറിയനും ഒരു സൈഡിൽ നോൺ വെജും നമുക്ക് നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ നേരെ നോൺ വെജാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. അവരുടെ പ്രത്യേകത അവർ എപ്പോഴും ഫസ്റ്റ് അവർ സ്വീറ്റാണ് വയ്ക്കുക. ഇതിപ്പോൾ ബ്രെഡ് ഹൽവ കേട്ടോ, ബ്രെഡ് ഹൽവ. പിന്നെ നമ്മൾ പച്ചടി സാലഡില്ല, അതിന് അവർ തൈരുപ്പച്ചടി എന്നാണ് കേട്ടോ പറയുക. പിന്നെ കൂടാതെ കുറച്ച് എരിവുള്ള ഒരു വഴുതനങ്ങയും കൊണ്ട് ഒരു കത്തിരിക്ക പച്ചടി. പിന്നെ കൂടാതെ ഇത് നല്ലൊരു ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ 65ഉം ചിക്കൻ പെപ്പർ ചിക്കനും അങ്ങനെ എല്ലാതും കൂടെ ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിച്ചു കേട്ടോ. അല്ലും കുറച്ച് കഴിക്കുന്നുണ്ട് ഏട്ടൻ്റെ അടുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം അവിടുത്തെ ഉള്ള പോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും ഐസ്ക്രീമും, കസാട്ട ഐസ്ക്രീമായിരുന്നു. ഐസ്ക്രീമൊക്കെ എല്ലാവരും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബീഡ പറയുമല്ലോ, അതാണിത്. ഇത് ഞാൻ കഴിക്കാൻ വാങ്ങിയതല്ല, വെറുതെ ഒരു ഭംഗിക്ക് വാങ്ങിയതാണ്. ഞാൻ അവർ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ കുറച്ച് തിരക്ക് കമ്മിയുണ്ട്. അവിടെ വന്നവരൊക്കെ അവരെന്നെ നല്ല ആയിട്ട് അനുഗ്രഹിക്കുകയൊക്കെയാണ് കേട്ടോ. അവരുടെ ഓരോ ചടങ്ങുകൾ. അതിന് ശേഷം ഞാനും അല്ലുവും ദേവിയേണ്ടി എല്ലാവരും പോയിട്ട് അവരുടെ കൂടെ ഓരോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയേ. അല്ലൂരാണെങ്കിൽ അവിടെ എന്താണെന്നറിയില്ല, പാട്ട് കേൾക്കുമ്പോൾ ഡാൻസും കളിക്കാൻ തോന്നുന്നുണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റണമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരോടൊപ്പം സംസാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. DJ സൗണ്ട് നല്ല സൗണ്ടായിരുന്നേ. അത് കാരണം അവന് ഇരിക്കാനേ തോന്നുന്നില്ല. അവൻ നന്നായി കളിച്ചിട്ടും പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും സന്തോഷത്തോടെ എൻജോയ് ചെയ്തു കേട്ടോ. അതുപോലെ കുറേ കുട്ടികളവിടെ കളിക്കുന്നുണ്ട്, അവരുടെ റിലേറ്റീവ്സും എല്ലാവരും കളിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം മഴയൊക്കെ ഒന്ന് വിട്ടപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ലിയോനും ജാനറ്റിനും നല്ലൊരു വിവാഹ ജീവിതം ആശംസിച്ചുകൊണ്ട് ചെന്നൈ മല്ലൂസ്പുരം പാലക്കാട്.